നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹീ ഇസ് എ സ്ട്രേഞ്ചർ. ഇവിടെ ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഈസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബുമാണ്. ഇനി നമുക്കിതൊരു ക്വസ്റ്റ്യൻ ആക്കണം. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇടണം. അപ്പോൾ ഹീസ് ഹീ എ സ്ട്രേഞ്ചർ എന്ന് വരും. അവനൊരു അപരിചിതനാണോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ഇൻ കേസ് നമുക്ക് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് തന്നെ നമുക്ക് പഠിക്കാം. ദേ സ്റ്റഡി വെൽ. ഇവിടെ ഓക്സിലറി വെർബിൻ്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ സെൻറ്റൻസിലെ മെയിൻ വെർബ് എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്റൻസിലെ മെയിൻ വെർബിനെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. ഇവിടെ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ മെയിൻ വെർബിൻ്റെ കൂടെ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടതെന്ന് നോക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ